ഐഫോൺ ലോക്കായി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നമ്പർ ലോക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഫോണ് ഓൾറെഡി ലോക്കാണ്. ഇത് ഐക്ലോഡിലും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് നമുക്കത് ഫോർമാറ്റ് ചെയ്യണം. അത് ലോക്ക് അത് ഉള്ളിൽ ഐക്ലോഡ് ഐ ഡി ഓൾറെഡി കുടുങ്ങി കിടക്കണം. അപ്പോൾ സൈൻ ഔട്ട് ഇതൊന്നും ഫോർമാറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ഏത് ഫോൺ നമുക്ക് ചെയ്യാൻ പറ്റും. വോളിയം ഡൗണും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം വോളിയം ഡൗണ്, അതേപോലെ വോളിയം പവർ സ്വിച്ചും കൂടെ പ്രസ് ചെയ്തിട്ട് നമ്മൾ USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐട്യൂൺ മോഡിലേക്ക് പോകും. കാണാൻ പറ്റുന്നത് ഈ ഐട്യൂണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കമ്പ്യൂട്ടറിൽ 3 ടൂൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പുതിയ ഫയൽ, ഏറ്റവും ലേറ്റസ്റ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫയൽ നമുക്ക് ഫ്ലാഷ് എന്നുള്ള ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആവും. ഇവിടെ കാണാൻ പറ്റും റൗണ്ടിലായിട്ട് ഇവിടെയാണ് ഡൗൺലോഡിങ് ഓപ്ഷൻ. ഏകദേശം കുറച്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം 10 GB മുകളിൽ ഫയൽ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഡൗൺലോഡിൻ്റെ ടൈം കുറച്ച് വെയിറ്റ് ചെയ്യാം. ഡൗൺലോഡായി കഴിഞ്ഞതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക് തന്നെ ഇത് ഫ്ലാഷിലേക്ക് പോകുന്നതായിരിക്കും. ഇത് ഡൗൺലോഡ് ആക്കിയിട്ട് നമുക്ക് കാണാം. ഇത് ഡൗൺലോഡ് ആകുമ്പോൾ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആണോ, പിന്നെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് കറക്റ്റ് ഇതിൻ്റെ ഫയൽ തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ അതുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോൺ എപ്പോഴും കണക്ട് ചെയ്തിട്ട് വെക്കണം. സാധാരണക്കാർക്കാണ്, അറിയാത്തവർക്കാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഫോൺ കണക്ട് ചെയ്തിട്ടതിന് ശേഷം കാണാൻ പറ്റും. ഇപ്പോൾ ഫുള്ള് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയതിന് ശേഷം ഇത് വെരിഫൈയിലേക്ക് വന്നപ്പോഴുള്ളത്. ഇപ്പോൾ വെരിഫൈ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫ്ലാഷിംഗ് ആയിരിക്കും. അതൊന്നും ചെയ്യണ്ട, ഫുൾ ഓട്ടോമാറ്റിക്. ഇപ്പോൾ റിക്കവറി മോഡിലാണ് ഓൾറെഡി ഫോണുള്ളത്. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ വലിയൊരു ഫയൽ, സൈസുള്ളൊരു ഫയലായതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ഇപ്പോൾ ചെറിയ 6+ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതാവും. ഏകദേശം ഒരു 9 GB അടുത്തോടെ ഫയലുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. വെരിഫിക്കേഷൻ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സക്സസ് ആണ്. ഇനി നമ്മൾ നേരെ ഐട്യൂൺസിൻ്റെ ഭാഗത്ത് നോക്കുകയാണ്. കാണാൻ പറ്റും ഇവിടെ റിക്കവറി മോഡിലേക്ക് പോയിട്ടുണ്ട്. ഫ്ലാഷിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് 100 ആകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ഓണായി വരും. അപ്പോൾ നമ്മളിത് ഡൗൺലോഡിങ് ഇട്ട് വെക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഇത് ഐട്യൂൺസിൽ നിന്ന് റിമൂവ് ആയിട്ട് നോർമൽ മോഡിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് വീണ്ടും ഇതിലേക്ക് തന്നെ ഐട്യൂൺസ് മോഡിലേക്ക് മാറ്റിയിട്ട് ഫ്ലാഷ് അടിച്ചു കൊടുത്താൽ മതി. ഡൗൺലോഡ് കംപ്ലീറ്റ്. ഇതിപ്പോൾ ഡയറക്റ്റ് തന്നെ എല്ലാം പെട്ടെന്ന് ആയതുകൊണ്ടാണ് പിന്നെ ഇത് ഫ്ലാഷ് ചെയ്ത്. അല്ലെങ്കിൽ ചില ടൈമിൽ ചില ആൾക്കാർക്ക് ഇത് റിക്കവറി മോഡിൽ നിന്ന് മാറും. ഓക്കെ, അപ്പോൾ ടൈം കുറേ ചിലപ്പോൾ നെറ്റൊക്കെ സ്ലോ ആണെങ്കിൽ കുറേ ടൈം 2-4 മണിക്കൂറൊക്കെ ഡൗൺലോഡിങ് ടൈം ആവും. അപ്പോൾ അത്രയും ടൈം നമ്മൾ ഫോൺ റിക്കവറി മോഡിൽ നിൽക്കില്ല. ഓട്ടോമാറ്റിക് 1 അവർ കഴിഞ്ഞാൽ തന്നെ റീസ്റ്റാർട്ട് ആവും. ഓക്കെ, അപ്പോൾ ഏകദേശം അത് ഫ്ലാഷിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. 34%. നമുക്കത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. നമ്മൾ ഫ്ലാഷ് കാര്യങ്ങളൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റ് ഓട്ടോമാറ്റിക് ഓണായി വരും. ഓണായി വരുന്നാൽ നമുക്ക് ഐക്ലോഡ് കാര്യങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെയാണ് നമ്മൾ ഐഫോൺ ഫോർമാറ്റ്, ഏത് മോഡലും ഫോർമാറ്റ് ചെയ്യൽ ഇങ്ങനെയാണ്. പിന്നെ ഐക്ലോഡൊക്കെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം പാസ്വേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോർഗെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഐക്ലോഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യില്ല, പെയ്ഡായിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ.